ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു മോർണിംഗ് ടൈമിൽ കണ്ട കുറേ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് മുകളിൽ, ടെറസിൻ്റെ മുകളിൽ. അപ്പോൾ ആ കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ചെടികളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പിന്നെ ഇവിടെ മെയിനായിട്ട് ഈ സമയത്ത് കുറച്ച് കൃഷികളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കറുത്ത തണ്ടുള്ള ചേമ്പാണ് ഇവരിപ്പോൾ ഒരുപാട് കൃഷി ചെയ്യുന്നത്. അതും പിന്നെ ഈ ക്ലൈമറ്റിലുണ്ടാകുന്ന കുറച്ച് ഫലങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. എല്ലാവരും എൻ്റെ വീഡിയോ എന്നെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഉത്തരാഖണ്ഡിൽ ഇപ്പോൾ ഉള്ള ക്ലൈമറ്റ് ഫോഗി ക്ലൈമറ്റാണ്. പകൽ സമയത്ത് നല്ല വെയിലും രാത്രിയിൽ നല്ല മഴയും കാണും. അങ്ങനെയുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിലുള്ളത്. പിന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗംഗാ നദി. ഇതാ കാണുന്നില്ലേ, ആ ഒഴുകുന്ന കണ്ടില്ലേ, അതാണ് ഗംഗാ നദി. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ സൈഡാണ് ഗംഗാ നദി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇപ്പോൾ ഈ നട്ടിരിക്കുന്ന കൃഷി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓറഞ്ചും നാരങ്ങയും പിന്നെ കിനു എന്നൊരു ഫ്രൂട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരാഖണ്ഡിൽ മാത്രമുള്ളൊരു ഫ്രൂട്ടാണ് കിനു. അങ്ങനൊരു ഫ്രൂട്ടും അവരിവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. കുറച്ചായിട്ടേ ഉള്ളൂ, അത്ര വലുതായിട്ടുള്ള കൃഷിയിടങ്ങളൊന്നും ഇല്ല. ഈ കിനുവും ഓറഞ്ചും നാരങ്ങയൊക്കെ ഒന്നോ രണ്ടോ മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. പിന്നെ കൂട്ടുകാരെ, ഇതായി കാണുന്നില്ലേ, ഇതാണ് ഗംഗാ നദി. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കാണാൻ പറ്റുന്നത് ഗംഗാ നദി തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇനിയൊരു കാര്യം കാണിക്കാമേ. മുകളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞാൻ വീഡിയോ എടുത്ത് കണ്ടില്ലേ, ആ വരുന്ന വെള്ളം, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇങ്ങനെ പാഞ്ഞൊഴുകുകയാണ് താഴോട്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. പിന്നെ കൂട്ടുകാരെ, ഇതായി കാണുന്നില്ലേ, ഇതാണ് ഗംഗാ നദി. ഞങ്ങൾക്ക് മുകളിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും കാണാൻ പറ്റുന്നത് ഗംഗാ നദി തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഇനിയൊരു കാര്യം കാണിക്കാമേ. മുകളിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞാൻ വീഡിയോ എടുത്ത് കണ്ടില്ലേ, ആ വരുന്ന വെള്ളം, മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇങ്ങനെ പാഞ്ഞൊഴുകുകയാണ് താഴോട്ട്. നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്.
ഇവിടെ ഇപ്പോൾ തീർത്ഥാടനത്തിൻ്റെ സമയമായതുകൊണ്ട് തന്നെ എപ്പോഴും വാഹനങ്ങളുടെ ബഹളമാണ് റോഡിൽ. ഞങ്ങളുടെ വീട് റോഡിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് അങ്ങനെ റോഡിലോട്ട് നോക്കുമ്പോൾ തീർത്ഥാടനത്തിന് പോകുന്ന വണ്ടികളും നടന്നു പോകുന്ന യാത്രികരെയും അങ്ങനെ നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും. അത്രയ്ക്ക് തിരക്കാണ് ഇപ്പോൾ റോഡ്. പിന്നെ ഇവിടുത്തെ കൃഷിയിൽ ചോളമും നട്ടിട്ടുണ്ട്. അവർ ബ്രൗൺ കളറിലുള്ള തണ്ടുള്ള ചേമ്പ് നട്ടിട്ടുണ്ട്. അതും ഇപ്പോൾ അവരുടെ പ്രധാന കൃഷിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ കൂട്ടുകാരെ, എനിക്ക് പറയാനുള്ളത് ഇവിടെ കൂടുതലായിട്ട് ആ ബ്രൗൺ കളറിലുള്ള ചേമ്പുകളാണ് കൃഷി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ക്ലൈമറ്റിൽ അത് അങ്ങനെയുള്ള കൃഷിയിടങ്ങളാണ് ഇതൊക്കെ. കാണാൻ നല്ല ഭംഗിയല്ലേ. പിന്നെ ഈ കാണുന്നത് ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ചില സമയങ്ങളിൽ ഭജന പാടാറുണ്ട്. അവിടെ ആരാധനകൾ നടക്കാറുണ്ട്. ജനങ്ങൾ വന്നു പോകാറുണ്ട്. അങ്ങനെയുള്ളൊരു കുഞ്ഞു ക്ഷേത്രമാണത്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള കൃഷികൾ തന്നെയാണ് എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റും ഇവരുടെ കൃഷി രീതികളുമാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റാണ് ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ നാരങ്ങ, കിനു. ഈ കാണുന്ന മരം കിനുവാണ്. കിനുവിൻ്റെ മരമാണ്. അത് ചെറുതായിട്ടേ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ ചെറിയ കായ്കൾ കാണാൻ പറ്റും. ഇത് കിനുവാണ്. പിന്നെ നിങ്ങൾ ഈ കാണുന്നതാണ് ഓറഞ്ച്, ചെറിയ ഓറഞ്ച്. അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് പേരയ്ക്ക. അങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഈ ക്ലൈമറ്റിൽ ഒരുപാട് പൂവിട്ട് കണ്ടു. ഇനി ഇതൊക്കെ കായാകുമ്പോൾ പഴുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ മോർണിംഗ് ടൈമിൽ ഞാൻ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി എന്ന സ്ഥലത്തുള്ള ഗംഗോരി എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ ഇനിയും ഇവിടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.